അവസാനിക്കാത്ത അരും കൊലകൾ. തലശ്ശേരിയിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ ഹരിദാസിന് നാടിന്റെ വിട. ഹരിദാസിന്റെ മൃതദേഹം ന്യൂ മാക്കിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംഭവത്തിൽ BJP കൗൺസിലർ അടക്കം 7 പേർ കസ്റ്റഡിയിലായി. ഹരിദാസിന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം പുന്നോലിലെ വീട്ടുവളപ്പിൽ നടന്നു. പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ നാട് വിങ്ങിപ്പൊട്ടി. CPM പ്രവർത്തകരും നേതാക്കളും ഹരിദാസിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. പുലർച്ചെ 1:30യോടെയായിരുന്നു ഹരിദാസിനെ അക്രമി സംഘം വെട്ടിക്കൊന്നത്. മത്സ്യത്തൊഴിലാളിയായ ഹരിദാസൻ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കാത്തുനിന്ന സംഘം ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ BJP കൗൺസിലർ അടക്കം 7 പേർ കസ്റ്റഡിയിലാണ്. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വാളും ഇരുമ്പുദണ്ടും ഹരിദാസിന്റെ വീട്ടുമുറ്റത്തുനിന്ന് കണ്ടെത്തി. കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സന്നാഹം ശക്തമാക്കി. 6 പേരിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 6 പേര് ഇപ്പോൾ വന്ന ആളോടൊപ്പം 7. അപ്പോൾ ഇതുവരെ പ്രതിയായിട്ട് ആരെയും തീരുമാനിച്ചിട്ടില്ല. ഈ നേരത്തെ ഒരാഴ്ച മുമ്പ് ഉണ്ടായ അടിസംഭവത്തിൽ നേരിട്ട് പങ്കുള്ളവർ, അതൊരു തിരിച്ചടിയായിട്ട് ചെയ്യാൻ സാധ്യത ഉള്ളവർ, അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാകാൻ സാധ്യത ഉള്ളവർ, മറ്റ് സൂചനകളുടെ അടിസ്ഥാനത്തിൽ സംശയത്തിലുള്ളവരാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്തവരിൽ നിന്നും സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ ഹരിദാസന്റെ സഹോദരനിൽ നിന്നും പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. ന്യൂസ് 18 കണ്ണൂർ. തലശ്ശേരി കൊലപാതകത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. അതേസമയം കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് CPM-ഉം ആരോപണം അടിസ്ഥാനരഹിതമെന്ന് BJP-യും പ്രതികരിച്ചു. കൊലപാതകം പോലീസിന്റെ പരാജയം മൂലമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഇതിനായി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. പരിശീലനം ലഭിച്ച RSS സംഘമാണ് തലശ്ശേരി കൊലപാതകത്തിന് പിന്നിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആ പരിശീലനത്തിൽ പങ്കെടുത്തവരാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്നുള്ള സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് RSS നടത്തുന്ന ഇത്തരം അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായി ഒരന്വേഷണം നടത്തണം. ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായുള്ള നടപടി സ്വീകരിക്കണം. ഹരിദാസിനെ വധിക്കാൻ പ്രൊഫഷണൽ രീതിയാണ് RSS സ്വീകരിച്ചതെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും ആരോപിച്ചു. ഈ കൊലപാതകം പൈശാചികവും ക്രൂരവുമായ ഒന്നാണ്. കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ആരും ഒന്നും നേടൂല. ആരോപണം BJP നേതാക്കൾ നിഷേധിച്ചു. കൊലപാതകം പ്രാദേശികമായ പ്രശ്നമാണെന്നും അതിൽ BJP-ക്കോ RSS-നോ ബന്ധമില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. CPM ഏകപക്ഷീയമായി പ്രശ്നമുണ്ടാക്കുകയാണെന്നും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യമാണ് നേതാക്കൾ പറയുന്നതെന്നും BJP കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ N. ഹരിദാസൻ പ്രതികരിച്ചു. കൊലപാതകം ദൗർഭാഗ്യകരമാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടായ സംഭവത്തെപ്പറ്റി ഒരു അന്വേഷണം നടത്തട്ടെ. സത്യസന്ധമായ നീതി നിർവഹണം നടത്തുന്ന ആളുകളെ കൊണ്ട് അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത കണ്ടെത്തട്ടെ. അല്ലാതെ കണ്ണൂരിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു ഉടനടി RSS ആണ് BJP ആണ് എന്ന രീതിയിലേക്ക് നിഗമനത്തിലേക്ക് CPM അന്വേഷണ സംഘമായി മാറുന്നത് ശരിയല്ല. അതേസമയം തലശ്ശേരി കൊലപാതകം പോലീസിന്റെ പരാജയം മൂലമെന്നായിരുന്നു KPCC പ്രസിഡന്റ് K. സുധാകരന്റെ പ്രതികരണം. കൊല്ലാനും കൊല്ലിക്കാനും പരിശീലനം നൽകുന്ന പാർട്ടികളായി CPM-ഉം BJP-യും മാറി. ഇവിടെ പോലീസ് സംവിധാനമില്ല, ക്രമസമാധാനം പാലിക്കാൻ പോലീസ് സംവിധാനമില്ലാത്തൊരു നാടായി, അനാഥത്വത്തിന്റെ വിളനിലമായി നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തലശ്ശേരി കൊലപാതകത്തെ ശക്തമായി അപലപിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിഷ്കളങ്കരായ യുവാക്കൾ കൊല്ലപ്പെടുന്നത് ദൗർഭാഗ്യകരമാണ്. ആരും നിയമം കയ്യിലെടുക്കരുത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഗവർണർ ഡൽഹിയിൽ പറഞ്ഞു. പുലർച്ചെ 2 മണിക്കാണ് മത്സ്യബന്ധനത്തിന് പോയി മടങ്ങി വരുമ്പോൾ ഹരിദാസിനെ വീട്ടുമുറ്റത്ത് വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 2 ബൈക്കുകളിലായി എത്തിയ കൊലയാളി സംഘം ഹരിദാസിന്റെ ഇടതുകാൽ വെട്ടിമാറ്റി. വീട്ടുകാർക്ക് മുന്നിലിട്ടായിരുന്നു അരും കൊല.
അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ ചെറിയ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. രണ്ടു ബൈക്കുകളിലായെത്തിയ അക്രമി സംഘം ഹരിദാസിനെ ദേഹമാസകലം വെട്ടി. പ്രദേശവാസികൾ ഹരിദാസിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലെത്തിച്ചെങ്കിലും വഴിമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കേറ്റം അമ്പലത്തിലെ ഉത്സവത്തിനിടെ തർക്കമായി മാറിയിരുന്നു. എന്നാൽ ഇത് വലിയ സംഘർഷമായിരുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒരു കടൽ തൊഴിലാളിയാണ്, അല്ലാതെ മറ്റ് പ്രകോപനപരമായ ഒരു കാര്യങ്ങളിലും ഇടപെട്ടതായിട്ട് നാളിതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു സമാധാന അന്തരീക്ഷം പുലരുന്നിടത്ത് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ എന്തായാലും അപലപനീയം തന്നെയാണ്. സഹോദരൻ സുരേന്ദ്രനെയാണ് സംഘം ലക്ഷ്യം വെച്ചിരുന്നതായും സൂചനയുണ്ട്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കണ്ണൂർ. ഹരിദാസിന് വധഭീഷണി ഉണ്ടായിരുന്നുവെന്ന് സഹോദരൻ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. പുന്നോൾ ക്ഷേത്രത്തിലെ തർക്കവുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തകർ ആക്രമിച്ചു. BJP നേതാവ് ലിജേഷ് പരസ്യമായി ഭീഷണി മുഴക്കിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇവിടെയുള്ള ആള് പുറത്തുള്ള ആളുണ്ടാവും, ഇവിടെ ഉള്ള ആളുണ്ട്. ശേഷം അവർ ഭീഷണിപ്പെടുത്തല്ലാണ്ട് അതിന് ശേഷം സംഘർഷമല്ല. പണിക്ക് പോക്കില്ല, രണ്ടാളും പോക്കില്ല. പണിക്ക് പോകുമ്പോൾ പിടിക്കാൻ പറ്റൂ. ഇന്നലെ പണിക്ക് പോയതാ. ഓരോ ഭീഷണി ഇന്ന് രാത്രിയിലെ പോണ്ടേ. RSS BJP ഇവിടുത്തെ ലിജേഷ്, കൗൺസിലറായ കൊമ്പല്ല ലിജേഷ് കൊല്ലും തന്നെ. RSS വൈകാരിക കമ്മിറ്റി അവർ പൊതുയോഗത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. തലശ്ശേരി പുന്നൂലിൽ ദിവസങ്ങൾക്ക് മുമ്പ് BJP മണ്ഡലം പ്രസിഡന്റും മഞ്ഞോടി കൗൺസിലറുമായ K ലിജേഷ് നടത്തിയ പ്രസംഗം വിവാദമാകുന്നു. BJP പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായ ബോധ്യമുണ്ടെന്നും കഴിഞ്ഞ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ CPM നേതാക്കൾക്ക് അതറിയാമെന്നും പ്രസംഗത്തിലുണ്ട്. പുന്നോലിന്റെ സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കോടിയേരി മേഖലയുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ പ്രവർത്തകരുടെ മേൽ, അവരുടെ ശരീരത്തിനുമേൽ കൈവച്ചിട്ട് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇവിടെയുള്ള CPMന്റെ നേതാക്കന്മാർക്ക് നന്നായിട്ട് അറിയാം. ദിലീപിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിലാണ് രാമൻപിള്ളയുടെ മൊഴിയെടുക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘം രാമൻപിള്ളയ്ക്ക് കത്ത് നൽകി. എന്നാൽ കള്ളക്കേസിൽ മൊഴി നൽകാനാകില്ലെന്ന് B രാമൻപിള്ള ക്രൈംബ്രാഞ്ചിന് രേഖാമൂലം മറുപടി നൽകി. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ PG പോലീസ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണത്തെ നടൻ ദിലീപ് എതിർക്കുന്നത് എന്തുകൊണ്ടെന്ന് ഹൈക്കോടതി. അക്രമത്തിന് ഇരയായ നടിയെ കേസിൽ കോടതി കക്ഷി ചേർത്തു. വധശ്രമ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സഹോദരി ഭർത്താവ് സുരാജിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ ചോദ്യം. കേസിൽ വിശദമായ അന്വേഷണം നടന്നാൽ ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണെങ്കിലും പുറത്തുവരില്ലേ എന്നും കോടതി ചോദിച്ചു. തുടരന്വേഷണം വേണോ എന്ന് അന്വേഷണ ഏജൻസിയല്ലേ തീരുമാനിക്കേണ്ടതെന്നും കോടതി ആരാഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ ദുർബലമായതിനാൽ ആ കേസിലേക്കുള്ള തെളിവ് ശേഖരണമാണ് അന്വേഷണ ഏജൻസിയുടെ ലക്ഷ്യമെന്ന് ദിലീപ് വാദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസും സംവിധായകൻ ബാലചന്ദ്രകുമാറും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ് കേസിന് പിന്നിലെന്നും ദിലീപ് വാദിച്ചു. ദിലീപിന്റെ ഹർജി തള്ളണമെന്ന് ആക്രമണത്തിനിരയായ നടി കോടതിയിൽ ആവശ്യപ്പെട്ടു. അന്വേഷണവും തുടരന്വേഷണവും തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. പ്രതിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനാവില്ല. തന്റെ ഭാഗം കേൾക്കാതെ ഹർജിയിൽ നടപടിയെടുത്താൽ തനിക്ക് പരിഹരിക്കാനാവാത്ത നഷ്ടമുണ്ടാകുമെന്ന് നടി കോടതിയെ അറിയിച്ചു. തുടർന്ന് മൂന്നാം കക്ഷിയായി നടിയെ കേസിൽ ഉൾപ്പെടുത്തി. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും ചോദ്യം ചെയ്തു. പ്രതികളുടെ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ദിലീപിന്റെ സഹോദരൻ അനൂപിന് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. എറണാകുളത്ത് 2 വയസ്സുകാരിക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ മാതാവിനെതിരെ കേസ്. ബാലാവകാശ നിയമപ്രകാരമാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. ഗുരുതരാവസ്ഥയിലായ കുട്ടി കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. അടുത്ത 72 മണിക്കൂറുകൾ നിർണായകമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരമാണ് ശരീരമാസകലം പരിക്കേറ്റ 2 വയസ്സുകാരിയെ
അപസ്മാര ലക്ഷണങ്ങളുമായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിച്ചത്. ആദ്യം ഐസിയുവിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടിയുടെ ശരീരമാസകലം പരിക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാതാവിനോട് വിവരങ്ങൾ തിരക്കിയെങ്കിലും പരസ്പരവിരുദ്ധമായ മറുപടിയാണ് ഡോക്ടർമാർക്ക് ലഭിച്ചത്. സംശയം തോന്നിയ ഡോക്ടർമാർ തൃക്കാക്കര പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമല്ലെന്നും 72 മണിക്കൂർ ഏറെ നിർണായകമാണെന്നും ഡോക്ടർമാർ. ഫിക്സ് ആയിട്ടാണ് പ്രിഡോമിനൻ്റ്ലി കുട്ടീനെ സമരറ്റൻ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ അടുത്തോട്ട് റെഫർ ചെയ്തു തന്നെ. അതിൻ്റെ കൂടെ തന്നെ കുട്ടിക്ക് ശരീരാസകലം കുറേ മുറിവുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വെന്റിലേറ്ററിലാണ്. അപ്പോൾ അമ്മ പറയുന്നത് കുട്ടി തനിയെ മുറിവുണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇപ്പം പീഡിയാട്രിക് ഐസിയുലാണ്. അപ്പം ഞങ്ങൾ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് നോക്കുന്നത്. ഇതിൻ്റെ ഒരു 72 മണിക്കൂർ എപ്പോഴും ക്രിട്ടിക്കലാണ്. പോലീസിന് നൽകിയ മൊഴിയിലും കുട്ടി വീണ് പരിക്കേറ്റതാണെന്ന് മാതാവ് ആവർത്തിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. തുറന്നു പറഞ്ഞ് അമിത്ഷാ. ഹിജാബ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്കൂളുകളിലെ ഡ്രസ് കോഡ് എല്ലാ മതസ്ഥരും പാലിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് അമിത്ഷാ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ കോടതി നിർദ്ദേശം പാലിക്കണം. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. क्या आप मानते हैं कि मुसलमान औरतों लड़कियों के लिए ये हिजाब का मुद्दा जायज मुद्दा है? क्या रिलीजियस राइट जो हैं वो इंस्टीट्यूशंस में, मतलब स्कूल्स में, इंस्टीट्यूशंस में इनका एक प्राथमिकता होनी चाहिए? वो ओवरराइड कर सकती हैं? देखिए, मेरा व्यक्तिगत मानना है जी कि स्कूल के ड्रेस कोड को सभी धर्म के लोगों ने अपनाना चाहिए और मामला अब कोर्ट में है. कोर्ट ने अभी स्टे दिया है. कोर्ट सुनवाई कर रही है. अदालत का जो फैसला है वो सबने मानना चाहिए. देश को अल्टीमेटली संविधान के आधार पर चलाना चाहते हैं या विम्स के आधार पर चलाना, वो तय करना पड़ेगा. मेरी व्यक्तिगत मान्यता तब तक ही रहती है जब अदालत फैसला नहीं करती. एक बार अदालत फैसला करती है तो फिर मुझे भी इसको स्वीकार करना चाहिए. सबने इसको स्वीकार. परंतु मैं व्यक्तिगत रूप से मानता हूं कि स्कूल के ड्रेस कोड और स्कूल के यूनिफॉर्म के हिसाब से ही सभी बच्चों ने वहां पढ़ाई लिखाई से ऊपर रखना चाहिए. തീവ്രവാദത്തോട് ഉത്തർപ്രദേശിലെ സമാജ്വാദി BSP സർക്കാരുകൾ കാട്ടിയ മൃദു സമീപനത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 11 തീവ്രവാദ കേസുകളാണ് അക്കാലത്തുണ്ടായത്. സംഗഠ് മോചൻ ക്ഷേത്രം ആക്രമണം അടക്കമുള്ള കേസുകളിൽ SP-യും BSP-യും മറുപടി പറയണം. തീവ്രവാദ കേസുകളിൽ പോലും SP-യും BSP-യും വോട്ട് ബാങ്ക് പ്രകടനം നടത്തിയെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ ദീർഘമായ അഭിമുഖത്തിലാണ് അമിത്ഷായുടെ പ്രതികരണം. ये लॉ एंड ऑर्डर का मुद्दा बहुत बड़ा है. अभी जो है प्रधानमंत्री ने एक टेररिज्म का मुद्दा उठाया है. आज हरदोई से उन्होंने बोला, अभी अहमदाबाद में ब्लास्ट केस हुए तो उसमें 38 लोगों को फांसी की सजा और करीब 11 लोगों को आजीवन कारावास हुआ है. आज उन्होंने हरदोई से इस बात को उठाया और उन्होंने कहा कि सपा और बासपा के राज में इन टेररिस्ट लोगों को छोड़ दिया जाता था. नहीं, 11 ऐसे मामले हैं जी सपा बसपा के राज में जिसमें पोटा और UAPA लगाया था, उसको विड्रॉ कर लिया गया, जिसमें संकट मोचन के बम ब्लास्ट से लेके बहुत सारे मामले सेंसिटिव टाइप. आप देश की सुरक्षा के लिए क्या सोच रखते हो, उसका जवाब उत्तर प्रदेश की जनता को सपा बसपा ने देना पड़ेगा. अब आप एक बात समझ लीजिए कि जिन पर पोटा और UAPA लगा है या तो आतंकवाद विरोधी कानूने लगे, वो हटाकर केस को हल्का कर आप किसकी मदद करना चाहते हो और क्यों करना चाहते हो? सिर्फ और सिर्फ वोट बैंक के लिए? तो क्या बाकी के लोगों के वोट नहीं है? जो विक्टिम है उनके वोट नहीं है? और ये फील पूरे उत्तर प्रदेश में है और कांग्रेस के शासन में भी ढेर सारे ऐसे मामले आए देश भर में. आज मोदी जी के मुख्यमंत्री रहते आज एक केस इतने कम समय के अंदर बॉम्ब ब्लास्ट के सारे केसों का एनालिसिस कर लीजिए, बहुत कम केसों में सजा हुई है और इतनी बड़ी सजा की मात्रा जिसको पुलिस ने एज अ प्रोसिक्यूशन एफिशिएंसी के साथ कोर्ट को कन्विंस किया. कोर्ट ने एविडेंस को अप्रिशिएट करने के बाद सजा दी.
ഉത്തർപ്രദേശിൽ BJP കൂറ്റൻ ജയം നേടുമെന്നും അമിത്ഷാ പറഞ്ഞു. കഴിഞ്ഞ തവണ സർവേകൾ 238 സീറ്റാണ് BJPക്ക് പ്രവചിച്ചത്. എന്നാൽ 325 സീറ്റുമായി BJP അധികാരത്തിലെത്തി. ഇത്തവണയും ഇതുപോലെ കൂറ്റൻ ജയമായിരിക്കും ഉണ്ടാകുക. ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് അമിത്ഷാ നൽകിയ ഏറ്റവും ദീർഘമായ അഭിമുഖമാണ് ഇത്. ज्यादातर अगर सर्वे को देखें अमित शाह जी तो 230 से 260 सीट्स आपको दी जा रही थी. तो आप देखिए 2017 के सर्वे का एवरेज 238 था और हमें 325 सीटें मिली थी. कई बार सर्वे में परसेप्शन भी बहुत महत्व रखता है, क्योंकि सारे सर्वे करने वाले अपनी क्रेडिबिलिटी को सर्वे के साथ जोड़ते हैं. और दूसरा, जो सर्वे करने वाले को भी जनता बताती है वो हमेशा सच हो वो जरूरी नहीं. ढेर सारे कंसिडरेशन होते हैं, कौन आया है, कहां से आया है, कुछ मालूम नहीं है. सब लोग संभल कर बोलते हैं, चुप कर जाते हैं, और जो चुप कर जाते हैं इसका वोट कभी सर्वे में रिफ्लेक्ट नहीं करता है. സംസ്ഥാനത്ത് ഇന്ന് 4069 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 42,700 സാമ്പിളുകൾ പരിശോധിച്ചു. 9.52 ടെസ്റ്റ് പോസിറ്റിവിറ്റി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. രേഖകൾ വൈകി ലഭിച്ച 76 മരണങ്ങളും അപ്പീൽ നൽകിയ 41 മരണങ്ങളും ഉൾപ്പെടെ ആകെ മരണം 64,273 വയനാട് മേപ്പാടിയിലെ കേബിൾ കെണിയിൽ പുലി കുടുങ്ങി. മേപ്പാടി കള്ളാടി വെള്ളപ്പൻകുണ്ടിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ കേബിൾ കെണിയിലാണ് പുലി കുടുങ്ങിയത്. DFO ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പുലിയെ സുൽത്താൻ ബത്തേരിയിലെ വെറ്ററിനറി ലാബിലേക്ക് കൊണ്ടുപോയി. 5 വയസ്സ് പ്രായമുള്ള ആൺപുലിയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.